തേനിലേക്ക് 2 തുള്ളി ഗ്ലിസറിനും 4 ട്രോൾ എഫക്റ്റും ഇറ്റിച്ചാൽ എന്ത് ക്രൂരതയും വലിയ തമാശയായി മാറുമെന്ന ധാരണയുള്ള യൂട്യൂബ് രാജാക്കന്മാർക്ക് സോഷ്യൽ മീഡിയയിൽ പണി കിട്ടുന്ന കാലമാണിത്. വ്യൂസും ലൈക്കും കൂട്ടാൻ അന്യന്റെ രോഗവും മാനസികാവസ്ഥയും വരെ വിറ്റ് പണമാക്കുന്ന ഈ ഡിജിറ്റൽ മാഫിയ സംസ്കാരത്തിനെതിരെ മുൻ ബിഗ് ബോസ് താരവും മോഡലുമായ ഏഞ്ചലിൻ മരിയ രംഗത്തെത്തിയപ്പോൾ പുറത്തു വന്നത് കണ്ടന്റ് ക്രിയേഷൻ എന്ന പേരിൽ നടക്കുന്ന ചില അളിഞ്ഞ തമാശകളുടെ കഥകളാണ്. യൂട്യൂബ് ഇൻഫ്ലുവൻസർ ആയ അഖിൽ NRD മുൻപ് തനിക്കെതിരെ നടത്തിയ സൈബർ പരിഹാസങ്ങളെ കുറിച്ച് അഖിലിന്റെ തന്നെ സ്വന്തം ജീവിതത്തിലെ വീഴ്ചകളുടെ പശ്ചാത്തലത്തിലാണ് ഏഞ്ചലിൻ ഈ കാര്യങ്ങളെല്ലാം കുത്തിപ്പൊക്കിയത്. തമാശകളുടെ മറവിലൂടെ മറ്റുള്ളവരെ ഒരാൾ ട്രോളുമ്പോൾ അതെല്ലാം ആസ്വദിക്കാറുള്ള തനിക്ക് അഖിലിന്റെ വീഡിയോ കണ്ടപ്പോഴാണ് ട്രോളും ക്രൂരതയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായതെന്ന് ഏഞ്ചലിൻ പരിഹസിക്കുന്നുണ്ട്. 2019 മുതൽ OCDക്കും അണുക്കളെ ഭയപ്പെടുന്ന മൈസോഫോബിയക്കും ചികിത്സയിലാണ് ഞാൻ. മരുന്നും കുത്തിവെപ്പുമായി പൊരുതുന്ന എന്നെ പോലുള്ളവരുടെ അവസ്ഥ കാണുമ്പോൾ ചില കണ്ടന്റ് ക്രിയേറ്റർക്ക് തോന്നുന്നത് അത് വിറ്റ് കാശാക്കാമല്ലോ എന്നാണ്. അഖിലിന്റെ സബ്സ്ക്രൈബറായ ഞാൻ ആ വീഡിയോ കണ്ട ശേഷം ഉറങ്ങാൻ പോലും കഴിയാതെ കരഞ്ഞു. ഏഞ്ചലിൻ പോസ്റ്റിൽ ഇങ്ങനെയാണ് കുറിച്ചിരുന്നത്: അന്യന്റെ മോശം അവസ്ഥ വെച്ച് കാശുണ്ടാക്കുമ്പോൾ നാളെ അതേ പണി സ്വന്തം ജീവിതത്തിലും തിരിച്ചു കിട്ടുമെന്ന പ്രാഥമിക വിവരമെങ്കിലും ഈ പറയുന്ന ഇൻഫ്ലുവൻസർമാർക്ക് ഉണ്ടാകുന്നത് നന്നായിരിക്കുമെന്നും ഏഞ്ചലിൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കടലിലേക്ക് കല്ലെറിയുമ്പോൾ അത് എത്ര ആഴത്തിലേക്കാണ് പോകുന്നത് എന്ന് എറിയുന്നവർക്ക് അറിയുന്നില്ല. ഇന്നിപ്പോൾ തകർന്നിരിക്കുന്ന അഖിലിനെ കാണുമ്പോൾ എനിക്ക് ഒന്നേ പറയാനുള്ളൂ: ദിസ് ഈസ് കർമ്മ ബ്രോ. ട്രോളർമാരുടെ ഉളുപ്പില്ലായ്മയും ഫേക്ക് അക്കൗണ്ട് മാമന്മാരും ഏഞ്ചലിന്റെ പോസ്റ്റിന് താഴെ വന്നതോടെ വലിഞ്ഞു മുറുകിയ ഫാൻസ് ബറ്റാലിയൻ ഫേക്ക് അക്കൗണ്ടുകളുമായി തെറി വിളിക്കാനും ഇറങ്ങിയിട്ടുണ്ട്. ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ഫേക്ക് ജീവിക്ക് ഏഞ്ചലിൻ നൽകിയ മറുപടി സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ്. ആദ്യം പോയി നിന്റെ കണ്ടന്റ് ക്രിയേറ്ററോട് പറയും, ലേശം ഉളുപ്പുണ്ടെങ്കിൽ എൻ്റെ രോഗം വിറ്റ് ഉണ്ടാക്കിയ ക്യാഷ് മുഴുവൻ ഏതെങ്കിലും പാവങ്ങൾക്ക് കൊടുക്കാൻ, എന്നിട്ട് ആ വീഡിയോ യൂട്യൂബിൽ നിന്ന് മുക്കാൻ എന്ന് താരം തിരിച്ചടിക്കുന്നുണ്ട്. താൻ അഖിലിന്റെ പഴയ പങ്കാളിയോ മറ്റ് ഡ്രാമകളിൽ കക്ഷി ചേരുന്ന ആളോ അല്ലെന്നും അയാളുടെ വിക്ടിം മാത്രമാണെന്നും ഏഞ്ചലിൻ വ്യക്തമാക്കുന്നുണ്ട്. കാശുണ്ടാക്കാൻ ഏത് ലെവലും ഇറങ്ങുന്ന പ്രവണത അന്യന്റെ സ്വകാര്യതയും രോഗങ്ങളും വ്യാജ തമാശകളാക്കി പണം കൊയ്യുന്ന യൂട്യൂബ് മുതലാളിമാർ ഉള്ളിടത്തോളം കാലം ഇത്തരം പരിഹാസങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും. എന്നാൽ ഇത്തരം പൊള്ളയായ ട്രോളുകൾക്ക് പിന്നിൽ ഒളിച്ചിരിക്കുന്ന ആഭാസത്തെ കർമ്മയുടെ പേര് പറഞ്ഞ് പരസ്യമായി വലിച്ചു കയറിയ ഏഞ്ചലിന്റെ പോസ്റ്റ് പണത്തിന് വേണ്ടി എന്ത് വൃത്തികേടും കാണിക്കുന്ന ഡിജിറ്റൽ സുഹൃത്തുക്കൾക്ക് ഒരു വലിയ കിഴുക്ക് തന്നെയാണ്.